പിന്നെ ഈ നബിദിനാഘോഷത്തിന്റെ ചില ആളുകൾ ഒരു പ്രത്യേകമായൊരു ഇബാദത്തായി ആരെങ്കിലും പരിഗണിക്കുകയും അതിനൊരു ഇബാദത്തായി കാണുകയും ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ്, അത് തശ്രീയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റബീഉൽ അവ്വൽ 12 വലിയ മഹത്വമുള്ള ദിവസമാണ് എന്ന് ചില ആളുകളൊക്കെ അവരുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയണമെന്ന നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ റബീഉൽ അവ്വൽ 11 ഇല്ലാത്ത ഒരു പ്രതിഫലം ഏതെങ്കിലും ഒരു കർമ്മത്തിനുണ്ട് എന്നോ, അല്ലെങ്കിൽ 11 ചെയ്യാൻ സുന്നത്തില്ലാത്തൊരു കാര്യം പ്രത്യേകമായ സുന്നത്താണ് 12 എന്നോ, ഇതൊന്നും നമ്മൾ ആരും പറയുന്നില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അതൊക്കെ പ്രത്യേകമായ തെശ്രീകളാണ്, അത് പുതിയതുണ്ടാക്കലാണ്, അത് ബിദ്അത്ത് മുൻകറത്തിന്റെ ഇനത്തിൽപ്പെടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല, പറയാൻ പാടില്ല എന്നുള്ളതാണ് മൂപ്പര് പറയുന്നത്. എന്താണ് പറയാൻ പാടില്ല എന്ന്? റബീഉൽ അവ്വൽ 11 അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 13 പ്രത്യേകത റബീഉൽ അവ്വൽ 12 ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാല് അത് ബിദ്അത്ത് മുൻകറത്താണെന്നാണ് പറഞ്ഞത്. ആരെങ്കിലും അവരെ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഉണ്ട്, ഞാൻ വീഡിയോക്ക് ഇടയിൽ പറഞ്ഞു. നബിദിനം